സമീപകാലത്ത് സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ ബിസിനസ് നടക്കുന്ന മേഖലയാണ് OTT സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ. തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ മാറ്റി നിർത്തിയാൽ നിർമ്മാതാക്കൾക്ക് വലിയ വരുമാനം ലഭിക്കുന്ന മാർക്കറ്റാകും OTT പ്ലാറ്റ്ഫോമുകളായി മാറിയിരിക്കുന്നു. കോവിഡിന് ശേഷം OTT റിലീസായി മാത്രമായ ചിത്രങ്ങൾ നിർമ്മിക്കുന്നതും ഇന്ന് സ്വാഭാവികമാണ്. മിന്നൽ മുരളി, ദൃശ്യം 2 തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഈ പ്ലാറ്റ്ഫോമുകളിൽ മാത്രമായി റിലീസ് ചെയ്ത വലിയ രീതിയിൽ പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രങ്ങളായിരുന്നു. കഴിഞ്ഞ മാസം 21 തിയേറ്ററിലെത്തിയ ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ കളക്ഷൻ നേടിയ ദൃശ്യം 3 പ്രൈം വീഡിയോ വഴിയാണ് സ്ട്രീമിംഗ് ആരംഭിച്ചത്. റെക്കോർഡ് തുകയ്ക്കാണ് ചിത്രത്തെ പ്രൈം വീഡിയോ സ്വന്തമാക്കി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ തിയേറ്ററിൽ നിന്ന് കാര്യമായ കളക്ഷൻ ലഭിക്കാതിരിക്കുകയും ഇതേ തുടർന്ന് ഒരു OTT പ്ലാറ്റ്ഫോമുകളും കണ്ടെത്താൻ സാധിക്കാത്തതുമായ ഒട്ടനവധി ചിത്രങ്ങൾ മലയാളത്തിലുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട 3 ചിത്രങ്ങളും അവയുടെ പേരുള്ള സാദൃശ്യവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മമ്മൂട്ടി നായകനായ ബസൂക്ക, നിവിൻ പോളി ചിത്രം ബോസ് ആൻഡ് ഗോ, ദിലീപ് ചിത്രം ബാന്ദ്ര തുടങ്ങിയവയാണ് ചർച്ചയാകുന്ന 3 ചിത്രങ്ങൾ. 3 ടൈറ്റിലും ബ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത് എന്നതാണ് ഇവയിലെ കോമൺ ഫാക്ടറായി പലരും കണ്ടെത്തിയിരിക്കുന്നത്. ഡിനൂസ് ഡെന്നീസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2025 ഏപ്രിലിൽ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ബസൂക്ക. വലിയ ഹൈപ്പിൽ സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം തിയേറ്ററിൽ ദയനീയ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയത്. പിന്നീട് നാളിതുവരെ ചിത്രം സ്ട്രീം ചെയ്യുന്ന OTT പ്ലാറ്റ്ഫോമുകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ഹനീഫ് അദീനയുടെ സംവിധാനത്തിൽ നിവിൻ പോളിയെ നായകനാക്കി 2025 ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രാമചന്ദ്ര ബോസ് ആൻഡ് ഗോ. നിവിൻ പോളിയുടെ പരാജയ ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് മറ്റൊരു ചിത്രം എന്നതിലുപരി കാര്യമായി ഒന്നും ചെയ്യാൻ ചിത്രത്തിന് സാധിച്ചിരുന്നില്ല. മുടക്കത്തു മുതൽ തിരിച്ചു പിടിക്കാതെ തിയേറ്റർ വിട്ട ചിത്രം ഇതുവരെ OTTയുടെ പുറം ലോകം കണ്ടിട്ടില്ല. സമാനമായ അവസ്ഥയിലാണ് ദിലീപ് ചിത്രം ബാന്ദ്രയ്ക്ക് നേരിടേണ്ടി വന്നത്. രാംലീലയ്ക്ക് ശേഷം അരുൺ ഗോപി ദിലീപ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രത്തിൽ തെന്നിന്ത്യൻ താരസുന്ദരി തമന്നയടക്കം എത്തിയിട്ടും നിരാശയായിരുന്നു ഫലം. 3 വർഷങ്ങൾക്കിപ്പുറം ചിത്രത്തിൽ OTT റിലീസ് സാധ്യമായിട്ടില്ല. ഈ 3 ചിത്രങ്ങൾക്ക് പുറമെ പൃഥ്വിരാജ് നായകനായ വിലായത്ത് ബുധ, ദിലീപിന്റെ തന്റെ തങ്കമണി, ഉണ്ണിമുകുന്ദന്റെ ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ ചിത്രങ്ങളും OTTക്കായുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലാണ്.